എല്ലാവർക്കും നമസ്കാരം. 2026 പുതുവർഷത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൂയം നക്ഷത്രത്തിൽ പിറന്നവർ ഗുരുഭക്തി കൂടുതൽ ഉള്ളവരായിരിക്കും. പെട്ടെന്ന് കോപം വരുന്ന ആൾക്കാരാണെങ്കിലും ഇവരുടെ ഹൃദയം ശാന്തമായ ഹൃദയമാണ്. മിത വ്യയവും ആത്മധൈര്യവും ഈ നാളുകാരെ വളരെയധികം ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ്. അതിഥികളെയൊക്കെ സൽക്കരിക്കുവാൻ ഈ നാളുകാർ എപ്പോഴും മുൻപന്തിയിൽ ആയിരിക്കും. കുടുംബത്തോട് ഏറെ സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. ഹൃദയ ചാഞ്ചല്യം ഈ നാളുകാരിൽ അധികം പേർക്കും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജനനം മുതൽ തീർത്തും ആരോഗ്യ കുറവുള്ളവരാണ് ഈ നാളുകാർ. ഇവരെ ദേഷ്യ സ്വഭാവം കൂടുതലായി പ്രകടിപ്പിക്കുന്നവരാണ്. പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ എന്ത് കാര്യത്തിലും എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഇവർക്ക് അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. നല്ല അറിവും വിജ്ഞാനവും ഒക്കെ ഉള്ളവരായിരിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ. ഈശ്വരചിന്തയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും ഈ നാളുകാർ. സ്വന്തം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം കൂർമ്മ ബുദ്ധിയോടുകൂടി ആരെയും വശത്താക്കാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകുന്നതല്ല. എന്ത് കാര്യത്തിനും സ്വന്തമായ ഒരു നിലപാട് ഉള്ളവരാണ് ഇവർ. ധൈര്യവും തൻ്റെ ഇടവും ഈ നാളുകാർക്ക് വളരെയധികം കുറവായിരിക്കും. സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഏതഭിപ്രായവും ഈ നാളുകാരെ ചിലപ്പോൾ മാറ്റി പറഞ്ഞേക്കാം. മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മോശപ്പെടുത്താനോ ഒന്നും ഈ നാളുകാർക്ക് കഴിയുകയും ഇല്ല. ഇതാണ് ഇവരുടെ ഒരു പൊതുവായ ഫലങ്ങൾ. 2026 ആണ്ട് ഈ പൂയം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ പ്രവർത്തന രംഗങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. കാര്യനിർവഹണ സിദ്ധിയൊക്കെ വർദ്ധിക്കുന്നതാണ്. വാസ്തവവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറേണ്ട ഒരു സമയമാണ്. അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നല്ലൊരു പരിശ്രമമൊക്കെ വേണ്ടിവരുന്ന സമയമാണ്. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ജനുവരി ഫെബ്രുവരി മാസത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആവശ്യത്തിനായോ ചിലപ്പോൾ മാറി താമസിക്കേണ്ടതായ അവസരവും ഉണ്ടായേക്കാം. വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ്. പുരാതനമായ സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ആ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് കൂടി പോകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ്. മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ അല്പം വിട്ടു നിൽക്കേണ്ടതാണ്, അല്ലെങ്കിൽ നഷ്ടസാധ്യത ഉണ്ടാകാം. വിദേശത്തൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിദേശ ജോലിക്കൊക്കെയുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ലാഭം, വാഹനയോഗം എന്നിവ ഉണ്ടാകുന്നതാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ അല്പം ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസം. ഭൂമിയൊക്കെ കൈമാറ്റത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ആദർശങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ട് അവരുടെ ആദർശങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിപരീത ചിന്തകളൊക്കെ ഉണ്ടാകുകയാണെങ്കിലും അതിനെ അതിജീവിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകുന്നതാണ്. വീടൊക്കെ പുതുക്കി പണിയുന്നതിനുള്ള ഒരു യോഗവും ഈ സമയത്തുണ്ടാകുന്നതാണ്. വ്യാപാരം ഒക്കെ ചെയ്യുന്നവർക്ക് ആ വ്യാപാരമൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് ഏപ്രിൽ മാസം. മെയ് ജൂൺ മാസം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃഷിയിൽ നിന്നും ഒരു വേണ്ടത്ര അവർ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം കിട്ടണമെന്നില്ല. ആരോഗ്യകാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയം മെയ് ജൂൺ മാസവും വിദേശ ജോലിക്ക് ഉള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അധ്യാപന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായ സമയമാണ്.
അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളൊക്കെ അല്പം കൂടുതലുണ്ടായിരിക്കും. പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഗുരുജനങ്ങളുടെയൊക്കെ ഒരു ഉപദേശമൊക്കെ സ്വീകരിച്ചു പോയാൽ പല അപകടങ്ങളിൽ നിന്നും ഒഴിവാകാനൊക്കെ ഈ സമയത്ത് കഴിയുന്നതാണ്. സ്വന്തം മിത്രങ്ങൾ പോലും ചിലപ്പോൾ ശത്രുക്കളായി മാറുന്ന ഒരു സമയമാണ് എന്നറിയുക. വാഹനങ്ങൾ ഒക്കെ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ ഈ സമയത്തുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയൊക്കെ പുലർത്തിയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അഭിപ്രായ വ്യത്യാസം, ബന്ധുജനങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദാനകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. വർഷത്തിൻ്റെ ഒരു മധ്യഭാഗത്തോടു കൂടി കൂടുതൽ ഫലം അനുകൂലമാകുന്നതാണ്. ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ സുഖസൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഒക്കെ വേണ്ടി പണമൊക്കെ ചിലവഴിക്കുന്ന ഒരു സമയമാണ്. വാക്കുതർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്. വസ്തു സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. എന്നാൽ മടിയൊക്കെ കാരണം ചിലപ്പോൾ തൊഴിൽ രംഗത്ത് ചിലപ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ എവിടുന്നെങ്കിലുമൊക്കെ പണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പങ്കാളിത്ത ബിസിനസ് ചിലപ്പോൾ ചെറിയ നഷ്ടത്തിനൊക്കെ ഇടവരുത്തുന്ന ഒരു സമയമാണ്. അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. അയൽക്കാരുമായിട്ട് നല്ലൊരു സൗഹൃദമൊക്കെ ഉണ്ടാക്കുന്നതിന് കഴിയുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം. പുതിയ സംരംഭങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടെങ്കിൽ ഈ സമയത്ത് നഷ്ടവും സംഭവിക്കുന്നതാണ്. ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ബന്ധമൊക്കെ സ്ഥാപിച്ചു പോകാൻ ശ്രമിക്കുക. ഈശ്വര ചിന്തയൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധനരംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസം കുറയുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസം കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തുന്ന ഒരു സമയമാണ്. എന്നാൽ അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ലക്ഷ്യബോധത്തോടെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിലും അത് വിജയത്തിലൊക്കെ എത്തിക്കാൻ അല്പം പ്രയാസപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ധനനഷ്ടം, മാനഹാനി എന്നിവയ്ക്കൊക്കെ ചിലപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചു ഒക്കെ പ്രവർത്തിക്കേണ്ടതാണ്. ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ട് എങ്കിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നല്ലൊരു വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. സ്വന്തം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. എന്നാൽ സന്താനങ്ങൾ മൂലം മാനസിക സന്തോഷമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കുടുംബ അന്തരീക്ഷവും സന്തോഷകരമായിട്ട് തീരുന്നതാണ്. നവംബർ ഡിസംബർ മാസം ഈ അഗ്നി, ആയുധം എന്നിവയൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്പം ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദൂരെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനമൊക്കെ ലഭിക്കും. വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ എന്തെങ്കിലും നടത്തുന്ന അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. എന്തെങ്കിലും തർക്ക പ്രശ്നങ്ങളിലൊക്കെ ഒരു മധ്യസ്ഥതയൊക്കെ വഹിക്കേണ്ടതായ വരുന്നതാണ് ഈ സമയത്ത്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകളിലൊക്കെ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഉറ്റ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ആപത്തിലൊക്കെ ലഭിക്കുന്നതാണ്. മനസ്സും ശരീരവും സദാ അസ്വസ്ഥമായിരിക്കും. അതൊക്കെ സന്തോഷകരമായിരിക്കാൻ, മനസ്സൊക്കെ എപ്പോഴും സന്തോഷകരമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്തിമാർഗങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മുൻകോപമൊക്കെ മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്കൊക്കെ ഇടയാകേണ്ടി വരുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ചിലവിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. തീരുമാനങ്ങൾ എന്തെടുത്താലും അല്പം ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. ബന്ധുജനങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്ക് ഇടയാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. നവംബർ ഡിസംബർ മാസം നല്ല രീതിയിലുള്ളൊരു ശ്രദ്ധയൊക്കെ ജീവിതത്തിൽ വേണ്ട ഒരു സമയമാണ്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക.
പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ ദേവീപ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷ ഫലങ്ങളും നിങ്ങളുടെ 2026 മാറിക്കിട്ടുന്നതാണ്. 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്ദി, നമസ്കാരം.